കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ഭിന്നത പരിഹരിക്കാത്തതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയാണ്. പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ല എന്നുള്ള വികാരം ലീഗ് യോഗത്തിൽ നേതാക്കൾ പ്രകടിപ്പിച്ച കാര്യം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീണ്ടുപോകട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രശ്നം ചർച്ചയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ശശി തരൂരിന്റെ സർക്കാർ അനുകൂല പ്രസ്താവന വിവാദത്തിൽ തിരിച്ചടി നേരിടുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഹൈക്കമാൻഡ് തരൂരിനോട് അയഞ്ഞതോടെ വെട്ടിലായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. വിഷയത്തിൽ പരസ്യ പ്രസ്താവന പാടില്ല എന്ന് ഹൈക്കമാൻഡിന്റെ താക്കീത് കൂടി വന്നതോടെ വിവാദത്തിൽ വിജയം തരൂരിന്റെ പക്ഷത്ത് തന്നെയായി. സതീശന്റെ അപക്വമായ പരസ്യ പ്രതികരണമാണ് പ്രശ്നം വഷളാക്കിയത് എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് മുതിർന്ന നേതാക്കൾ. വിവാദങ്ങൾ സർക്കാരിന് കൂടുതൽ അനുകൂലമായി എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതിന്റെ അനുനയം രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂരിന് ലഭിക്കുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയുമായുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്ക് തരൂരിന് അവസരം ലഭിച്ചത്. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ തരൂരിന് ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാനും സാധിക്കുകയും ചെയ്തു. കെ.സി. വേണുഗോപാലിനെ ഒപ്പമിരുത്തി തരൂർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. AICC വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ കേരളത്തിലെ പാർട്ടി പരിഗണിക്കാത്തതും പാർട്ടി പരിപാടികളിൽ അടുപ്പിക്കാത്തതും തരൂർ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. തരൂറിന്റെ പരിഭവങ്ങൾ അനുഭാവപൂർവ്വം കേട്ട രാഹുൽ ഗാന്ധി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വൈകാതെ തന്നെ നടത്തുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. സംഘടനാ പുനഃസംഘടനയിൽ ഒറ്റപ്പെട്ട സതീശന് രണ്ടാമത് നേരിട്ട തിരിച്ചടിയാണ് തരൂർ വിവാദം. തൽക്കാലം വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും. തരൂർ രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ ഇതുവരെ മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. കോൺഗ്രസുകാർ വ്യാപകമായി പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ് SFIക്കാർ ഗുണ്ടകളാണ്, കൊലയാളികളാണ് എന്നൊക്കെ. SFI വിദ്യാർത്ഥികളെ ശരിയായി നയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ഉയർന്നു വരുന്ന മൗലികമായ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന സംഘടനയാണ് SFI എന്നും വിദ്യാഭ്യാസ മേഖലയിലെ SFI കാവ്യവൽക്കരണത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നിരവധി രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രസ്ഥാനമാണ് SFI. നിരവധി സമര പോരാട്ടങ്ങൾക്ക് ഇടയിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളെ SFIക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. KSU, SDPI, RSS അടക്കമുള്ള സംഘടനകളുടെ ആക്രമണങ്ങൾ SFIക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെയാണ് KV സുധീഷിനെ കണ്ണൂരിൽ RSS കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ധീരജിന്റെ കൊലപാതകത്തെ പച്ചയായി ന്യായീകരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ SFI ഏതെങ്കിലും ഒരാളെ ഇതുവരെ അപായപ്പെടുത്തിയതായിട്ടില്ല എന്നും SFIക്കാർ ആക്രമിക്കപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോഴുമാണ് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയെ ആകുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയായിരുന്നു.